നമുക്ക് നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നിട്ടുണ്ടേ, ഒന്നല്ല 2 പെട്ടി. എന്നെ കണ്ടറിയില്ല എന്റെ എക്സൈറ്റഡ് ആണെന്ന്. ഫ്ലീറ്റ്കോ വഴിയാണ് നാട്ടിൽ നിന്ന് പെട്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ റീസെന്റ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഓണത്തിന് മുന്നാണ് പോയത്. അപ്പൊ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് കൊണ്ട് എനിക്ക് അമ്മ ഉണ്ടാക്കിയ ചിപ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെ അത് എത്തിക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഫ്ലീറ്റ്കോയുടെ കാര്യം നമ്മുടെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞു കേട്ടോ. സോ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തു. അപ്പൊ അവരുടെ നല്ലൊരു സർവീസ് ആയിട്ട് തോന്നി. അതായത് 20 കിലോ എബോവ് ആണ് നമുക്ക് എത്തിക്കേണ്ടതെങ്കിൽ ഡോർ സ്റ്റെപ്പ് സർവീസ് ആണ്, കസ്റ്റം ഫ്രീ ആണ്. നമ്മൾ റഫായിട്ട് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ മതി. അവരത് റീപാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എത്തിക്കാന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു ലെറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രം ഫ്ലീറ്റ്കോ. പിന്നെ എനിക്ക് ഏറ്റവും നോക്കേണ്ടത് നമ്മളുടെ മൺചട്ടി, മീൻ വെക്കാനുള്ള ചട്ടി, അത് സെക്യൂർ ആണോ അത് നല്ല അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ചുമ്മാ നാട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കാണിക്കുന്നതാണോ? ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഏകദേശം 35 കിലോ സാധനങ്ങളാണ് എത്തിച്ചേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി സർവീസ് ആണ്. വേണ്ട സാധനങ്ങളെല്ലാം സെക്യൂർ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് സാധനങ്ങൾ കിടത്തണം, കുറെ നാളെ നാട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ ലഗേജ് കൂടുതലാണ്, ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി സർവീസ് ആണ്. എന്തായാലും നമുക്കൊരു 20 kg അബോവ് കൊണ്ടുവരേണ്ടി വരും. സോ ഡോർ സ്റ്റെപ്പ് സർവീസ് ആണ്, ഒന്നും അറിയണ്ട, വീട്ടിൽ വന്ന് അവരെടുത്തോളൂ.